All the dreams like tingle stars, the tingle stars like glowing gems. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ജി ടോക്സ് പ്രേക്ഷകരെ, ഒരുപാട് തവണ മലയാറ്റൂർ പോയിട്ട് നമ്മൾ എല്ലാ കൊല്ലം ദുഃഖ ശനിയാഴ്ചയാണ് മലയാറ്റൂർ പോകാറും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിരാവിലെ ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമോട് കൂടി നമ്മൾ തൃശ്ശൂർ വിട്ടു. അപ്പോൾ വളരെയധികം ആവേശത്തോടും സന്തോഷത്തോടും കൂടി തുടങ്ങിയ യാത്ര ഹൈവേയിൽ എത്തിച്ചാടിയപ്പോൾ നമ്മൾ കണ്ടത് ഒരു വണ്ടി നിറയെ താറാവുകളെയാണ്. പിന്നെ നമ്മൾ അങ്കമാലി അങ്ങോട്ട് കഴിഞ്ഞ് ഉള്ളിൽ കയറുമ്പോൾ പോർക്ക് കച്ചവടം തിമൃതിയായിട്ട് നടക്കുക. പോർക്ക്, താറാവ്, ബീഫ് അധികം കണ്ടില്ല, പക്ഷെ താറാവും പോർക്കുമാണ് ഏറ്റവും കൂടുതൽ അവിടെ കച്ചവടം നടക്കുന്നത്. അങ്ങനെ നമ്മൾ മലയാറ്റൂർ മലയുടെ താഴ്വാരത്തെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നക്ഷത്ര തടാകം അങ്ങനെ എന്തോ അതിന് പേര്, ആ സൈഡിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മലയാറ്റൂർ മല മഞ്ഞിൽ മൂടി പൊതച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയ ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു ടയർ ഫ്രണ്ടിലത്തെ പഞ്ചറാണ്. അപ്പോൾ അതെങ്ങനെ ആയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആകെ കൂടിയൊരു കൺഫ്യൂഷനായി. അങ്ങനെ നമ്മളവിടെ പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവരൊരു നമ്പറൊക്കെ തന്നു, പഞ്ചർ അടയ്ക്കുന്ന ഒരു ചേട്ടൻ്റെ. പക്ഷേ ആ ആളെ വിളിച്ചിട്ട് ആൾ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും മോളിൽ പോയി കയറി ഇറങ്ങി തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ആളെ വിളിക്കാം, എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നിട്ട് പഞ്ചർ എന്താണ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിൽ ഞങ്ങൾ നമ്മുടെ മലയാറ്റൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 1-ാം സ്ഥലം എത്താറാവുന്നു. അതിന് മുന്നേയായിട്ട് ഈ മല അങ്ങോട്ട് കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്നതോട് കൂടിയിട്ട് ഏകദേശം എൻ്റെ കാര്യത്തിൽ തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് തല ഇറങ്ങി ആദ്യമായിട്ട്. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ മല കയറാൻ വന്നിട്ടുണ്ട്, എനിക്കിതുവരെ കുഴപ്പമില്ല. ആദ്യമായിട്ട് ഈ പ്രാവശ്യം എനിക്ക് തല കറങ്ങി വെച്ചാൽ വീഴുകയും ചെയ്തില്ല. ഞാൻ അവിടെ ഒരു മരത്തുമ്പോൾ പിടിച്ചിരുന്നു, എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ടോപ്പിലെത്തി. ഏറ്റവും മുകളിലായിട്ട് ആ കൊന്തയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്കിലായിട്ട് നിറച്ച് ഇതേപോലെ പ്ലാസ്റ്റിക് കൊടുത്തിട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര മോശം ഒരു പ്രവണതയാണ്. ഇതേപോലെ നമ്മളൊരു സ്വഭാവമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് പ്രകൃതി ഒരു തിരിച്ചടി തരും. നമ്മൾ പ്രകൃതിനെ ദ്രോഹിക്കുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എല്ലാ കടകളിലും, ആ മുകളിലുള്ള എല്ലാ കടകളിലും വേസ്റ്റ് ബിന്നുകളെല്ലാം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അത് അതിലിടുകയാണെങ്കിൽ എത്ര നല്ലതാണ്. അല്ലെങ്കിൽ ഇത്ര മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് ഇട്ട് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ താഴ്ത്തിക്ക് ഇറങ്ങുകയാണ്. മെഴുതിരികൾ ഉരുകി ഇറങ്ങുന്നു. അതിൻ്റെ മുകളിൽ സൈഡിൽ നോക്കുമ്പോൾ കുരങ്ങന്മാർ അവിടുന്ന് ചാടി ഉരുകി നിലത്തേക്ക് വരുന്നു. ഈ മരത്തിലാണ് ഞാൻ തല ഇറങ്ങിയപ്പോൾ കിടന്ന മരം. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് വണ്ടി ജാക്കി വെച്ച് പൊക്കി നമ്മുടെ സ്റ്റെപ്പിന് ടയർ എടുത്തിടുന്ന ഒരു എന്താ പറയുക, ഒരു പ്രക്രിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ജാക്കി വെച്ച് വണ്ടി പൊക്കി ഈ പറഞ്ഞ പോലെ ടയർ മാറ്റിയിടുന്നത്. അപ്പോൾ ഞങ്ങൾ ജാക്കി വെക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആടുകൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ടയർ ഷോപ്പിൽ കയറിയിട്ട് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ ടയറിനുണ്ടായ സംഭവം കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയത്. ടയർ സൈഡിൽ നിന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. ടയർ മാറ്റിയിട്ട് ആകെ 2-3 മാസമായിട്ടുള്ള അത്ര. അപ്പോൾ ഇങ്ങനെയൊക്കെ പൊളിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ചെറിയ കല്ലടിച്ച വരെ ഇതേപോലെ ടയർ പൊളിയെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പുതിയ അറിവും ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ അങ്കമാലി പോർക്ക് വേൾഡ് ഫേമസ് ആയ കാരണം അവിടുന്ന് കുറച്ച് പോർക്ക് മേടിച്ചു. ദെൻ ഞങ്ങളവിടെ നിന്ന് മൂവ് ചെയ്യാണ്. അങ്ങനെ പോർക്കുമായി ഞങ്ങൾ നേരെ ഉച്ചഭക്ഷണം കഴിക്കാൻ കറുകുറ്റിയിലുള്ള നമ്മുടെ വേൾഡ് ഫേമസ് ആയ നമ്മുടെ സ്വന്തം പാറഗണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പാറഗണിൽ അങ്ങനെ അവിടെ എത്തി പേരൊക്കെ കൊടുത്ത് അവസാനം ആ പൂരത്തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇരിക്കാനും നല്ല സ്ഥലവും കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ അത് സംഭവിച്ചത്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ സ്വന്തം പാരഗണിലെ എഗ് ബിരിയാണി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാണ്ടിറ്റി ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്ര എക്സ്പെക്റ്റേഷനിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് നമുക്ക് മതിയാവാതെയാകുമ്പോഴൊരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര മോശമായി. പിന്നെ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത് അവർ കുടിക്കാൻ തന്ന ആ ജ്യൂസിന് ഒരു സ്ട്രോ തന്നു. അത് കിടിലൻ സാധനമായിരുന്നു. അത് മുള കൊണ്ടുണ്ടാക്കിയ അടിപൊളി സ്ട്രോ, അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്ത സാധനം വന്നു. അത് പിന്നെ നമുക്ക് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയ ബില്ല്. ഇതെങ്ങനെ അധികമായിരുന്നു, എന്താ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു വണ്ടി നിറയെ ചക്കകൾ കുടുംബമായി യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾ ഹൈവേയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളും താഴെ ഒന്ന് പറയും. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തെത്തി. ഇതും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ അവരിങ്ങനെ എന്താ പറയുക, കൂട്ടമായി നിന്നുകൊണ്ട്
പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പിരിവ് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കൊല്ലത്തെ മലയാറ്റൂർ പോക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് അത്രയും സ്പെഷ്യലാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മലയാറ്റൂർ പോയിട്ടുണ്ടായിരുന്നോ, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ താഴെ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ, സീ യു.